നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സ്കോപ്പ് ഓഫ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ആണ്. ഫസ്റ്റ് സ്കോപ്പ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ബിഹേവിയർ ഓഫ് ആക്ടേഴ്സ്. ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ രണ്ട് നേഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏതൊരു ഫാക്ടറിനെയും, ഏതൊരു കൺട്രി ആകാം, ഹ്യൂമൻ ബീയിങ് ആകാം, മറ്റെന്തുമായിക്കോട്ടെ, വി കോൾ ഇറ്റ് ആസ് ആക്ടേഴ്സ്. സ്റ്റഡി ഓഫ് ബിഹേവിയർ ഓഫ് ആക്ടേഴ്സിൽ വി ഹാവ് ടു സ്റ്റഡി സ്റ്റേറ്റ് ആക്ടേഴ്സ് ആൻഡ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്. സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, സ്റ്റേറ്റ്സ് ആർ സ്പെസിഫിക്കലി കോൾഡ് നേഷൻസിനെ ഉദ്ദേശിക്കുന്നു. നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നേഷൻസ് അല്ലാത്തത് എന്നല്ല, രണ്ടോ മൂന്നോ നേഷൻസ് കൂടിയതാകാം നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്. ചിലപ്പോൾ ഒരു ബിസിനസ് ഗ്രൂപ്പാകാം നോൺ സ്റ്റേറ്റ് ആക്ടർ, എ ടെററിസ്റ്റ് ഗ്രൂപ്പ്, ഇതെല്ലാം നോൺ സ്റ്റേറ്റ് ആക്ടറിൽ വരും. ഫസ്റ്റ് നമുക്ക് സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. സ്റ്റേറ്റ് ആക്ടേഴ്സ് interact among themselves under a system known as international system. ഇൻ്റർനാഷണൽ സിസ്റ്റത്തിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, സ്റ്റേറ്റ് ആക്ടേഴ്സ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യും. രണ്ട് നേഷൻസ് ഇൻട്രാക്ഷനാണ് നമ്മൾ സ്റ്റേറ്റ് ആക്ടറിൽ പഠിക്കുന്നത്. ദെൻ അതിനകത്ത് നോക്കേണ്ട കാര്യം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് or what are the factors that increase the power of a nation. അതെന്തൊക്കെയാണെന്ന് നോക്കിയാൽ GDP, population, military strength, political stability, leadership quality, geographical location. These are the factors that influence the power of a nation. എന്തൊക്കെയാണ്? പോപ്പുലേഷൻ, GDP, മിലിറ്ററി സ്ട്രെങ്ത്, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, ലീഡർഷിപ്പ് ക്വാളിറ്റി. പോപ്പുലേഷൻ അറിയാം, GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആണ്. പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ വി ഹാവ് എ സ്റ്റേബിൾ ആൻഡ് എ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. ഓൾസോ വി നീഡ് ആൻ ഏബിൾ ലീഡർ, ദാറ്റ് ഈസ് ലീഡർഷിപ്പ് ക്വാളിറ്റി. പിന്നെ നമുക്ക് നല്ലൊരു ആർമി, നേവി, എയർഫോഴ്സ് ഉണ്ടാകണം. ഇത് മാത്രമല്ല, വി ഹാവ് എ ഗുഡ് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, നല്ല ഒരു ഏരിയയും ലൊക്കേഷനുമൊക്കെ ഒരു നേഷൻ്റെ പവറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടറാണ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്റ്റേറ്റ് ആക്ടേഴ്സിൽ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ ഒരു സ്കോപ്പായിട്ട് പറയുന്നത്. ഇതെല്ലാം പിന്നീട് നമ്മൾ പലതായിട്ട് പഠിക്കുന്നുണ്ട്. നാഷണൽ പവറിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ ഫസ്റ്റ് സ്കോപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സ്റ്റേറ്റ് ആക്ടേഴ്സാണ്. സ്റ്റേറ്റിനെ അല്ലെങ്കിൽ ഒരു നേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തിങ് എന്ന് വെച്ചാൽ പവർ, GDP, മിലിറ്ററി സ്ട്രെങ്ത്, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, ലീഡർഷിപ്പ് ക്വാളിറ്റി, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ. ഇനി രണ്ടാമത്, സ്റ്റേറ്റ് അല്ലാത്ത എല്ലാത്തിനെയും കൂടെ നമ്മൾ പറയുന്നു, ദേ ആർ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്. നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിന് മറ്റൊരു പേരും കൂടെയുണ്ട്, ട്രാൻസ്നാഷണൽ ആക്ടേഴ്സ്, ബിക്കോസ് ദേ ഓപ്പറേറ്റ് അക്രോസ് ഇൻ്റർനാഷണൽ ബോർഡേഴ്സ്. രണ്ട് രാജ്യങ്ങൾക്ക് കൂടുതൽ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നവയാണ്. അതുകൊണ്ട് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിൻ്റെ മറ്റൊരു പേര് ട്രാൻസ്നാഷണൽ ആക്ടേഴ്സ് എന്നാണ്. നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സും സ്റ്റേറ്റ് ആക്ടറിനെ പോലെ ദേ ഹാവ് എ ഡിസിസീവ് റോൾ ഇൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്. സ്റ്റേറ്റിനെ പോലെ തന്നെ നോൺ സ്റ്റേറ്റ് ആക്ടറിനും ഒരു ഇമ്പോർട്ടൻ്റ് റോളുണ്ട് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ. ഇനി നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനെ നമുക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്യാം. വി ക്യാൻ ഡിവൈഡ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഇൻറ്റു ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ, മൾട്ടി നാഷണൽ കോർപ്പറേഷൻസ് ആൻഡ് ലാസ്റ്റ് വൺ ഇല്ലീഗൽ ആക്ടേഴ്സ്. ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ദ മെമ്പേഴ്സ് ആർ നാഷണൽ ഗവൺമെൻറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നോൺ സ്റ്റേറ്റ് ആക്ടർ എന്ന് പറയുമ്പോൾ രാജ്യം ഇല്ലാതിരിക്കുന്ന അവസ്ഥയല്ല. രണ്ടോ മൂന്നോ രാജ്യങ്ങൾ ചേർന്ന് ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യുമ്പോൾ അത് നോൺ സ്റ്റേറ്റ് ആക്ടറിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. അങ്ങനെയുള്ളതിനെ നമ്മൾ ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ IGO എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ യുണൈറ്റഡ് നേഷൻസ്, G20, സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ, ബ്രിക്സ്, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, പിന്നെ WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇതെല്ലാം ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനിൽ വരുന്നതാണ്.
രണ്ടാമത്തത് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നേഷൻ അവിടെ ഇല്ല, മെമ്പേഴ്സ് ആർ ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ്. അതിൻ്റെ എക്സാമ്പിൾ ആംനസ്റ്റി ഇൻ്റർനാഷണൽ, ലയൺസ് ക്ലബ്, റെഡ് ക്രോസ്, ഗ്രീൻ പീസ് തുടങ്ങിയവയാണ് അതിൻ്റെ എക്സാമ്പിൾ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്. തേർഡ് വൺ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ MNC എന്ന് പറയുമ്പോൾ കമ്പനീസ് ദാറ്റ് സ്പാൻ ബോർഡേഴ്സ്, പല പല രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ ഉണ്ടാകാം. എക്സാമ്പിൾ ടാറ്റ, ആമസോൺ, ടൊയോട്ടോ, വാൾമാർട്ട്. ഇത് മൂന്നിലും പെടാത്ത ഫോർത്ത് വൺ ഇല്ലീഗൽ ആക്ടേഴ്സ്, ടെററിസമാണ് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ ചിലപ്പോൾ അതൊരു ഇൻഡിവിജ്വൽ ആകാം, മേ ബി സിറ്റീസ്, മേ ബി സം ഓർ ബിഗ് ഏരിയാസ് ഓർ കോൺസ്റ്റിറ്റ്യുവൻസീസ്, സ്പെസിഫിക് ഇറ്റ് ക്യാൻ ബി സ്പെസിഫിക് കൺട്രി. അപ്പം ഇല്ലീഗൽ ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ, സിറ്റീസ്, കോൺസ്റ്റിറ്റ്യുവൻസീസ്. പിന്നെ അതിൻ്റെ എക്സാമ്പിൾ ബോണോ, ഇറാഖി കുർദിസ്ഥാൻ, അൽ ഖ്വയ്ദ. ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ്, IS ഉണ്ട് ഏറ്റവും പ്രബലമായ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ശ്രദ്ധിക്കണം. ഇത് സ്കോപ്പിൽ ശ്രദ്ധിക്കുന്നതിനേക്കാട്ടിൽ 1 മാർക്ക് 2 മാർക്കിൽ ഒരുപാട് ഇത് ചോദിച്ചിട്ടുണ്ട്. ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ, NGOs ഒക്കെ മാറി മാറി ചോദിച്ചിട്ടുണ്ട്. ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ എപ്പോഴും തെറ്റിപ്പോകുന്ന ഒന്നാണ്. അതിൻ്റെ ഡെഫിനിഷനായിട്ട് എന്താ എഴുതേണ്ടത്? മെമ്പേഴ്സ് ആർ നാഷണൽ ഗവൺമെൻറ്റ്സ്. IGO എന്ന് പറയുമ്പോൾ മെമ്പേഴ്സ് ആർ നാഷണൽ ഗവൺമെൻറ്റ്സ്, മെമ്പേഴ്സ് ആർ നാഷണൽ ഗവൺമെൻറ്റ്സ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. IGO. നേരെ മറിച്ച് NGO വരുമ്പോൾ മെമ്പേഴ്സ് ആർ ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ്. MNC പറയുമ്പോൾ കമ്പനീസ് ദാറ്റ് സ്പാൻ ബോർഡേഴ്സ്. MNC വരുമ്പോൾ എന്താണ്? കമ്പനീസ് ദാറ്റ് സ്പാൻ ബോർഡേഴ്സ്. ഇല്ലീഗൽ ആക്ടേഴ്സിൻ്റെ അവിടെ ഇൻഡിവിജ്വൽ, സിറ്റീസ്, കോൺസ്റ്റിറ്റ്യുവൻസീസ് എക്സെട്ര. ഇനി ഓരോന്നിൻ്റെയും എക്സാമ്പിൾ താഴോട്ട് പറയുന്നുണ്ട്. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഇതിൻ്റെ എക്സാമ്പിളാണ്. നമ്മുടെ നോൺ സ്റ്റേറ്റ് ആക്ടറാണ്. അതിൽ ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ് യുണൈറ്റഡ് നേഷൻസ്, WTO. ആംനസ്റ്റി വരുമ്പോൾ എന്താണ്? NGOയ്ക്കാണ്. കൂടുതലായിട്ട് വായിക്കേണ്ടവർക്ക് വേണ്ടി കരുതിയാണ് ഇത്തരം അഡീഷണൽ പോയിൻറ്റ്സ് ഇട്ടേക്കുന്നത്. ആംനസ്റ്റി ഇൻ്റർനാഷണൽ, ഇറ്റ് വർക്ക്സ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ. WWF വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട്, അതും വർക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. മറ്റൊന്ന് MNC ഉണ്ട്. MNCസിൻ്റെ എക്സാമ്പിൾ നമുക്ക് അറിയാവുന്ന പറഞ്ഞു ഞാൻ, ടൊയോട്ടോ, ആമസോൺ, വാൾമാർട്ട് തുടങ്ങിയവ. ലാസ്റ്റ് വൺ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, ലക്ഷറി തൊയ്ബയും ISും ഒക്കെ നമുക്ക് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ്റെ പാർട്ടായിട്ട് വരാം. അപ്പം ഇത്രയും സ്കോപ്പ് എന്ന് പറയുന്നത് ഏതിലാണ്? സ്റ്റഡി ഓഫ് ബിഹേവിയർ ഓഫ് ആക്ടേഴ്സിലാണ് പഠിച്ചത്. അതിൽ 2ആയിട്ട് പഠിക്കുന്നു. സ്റ്റഡി ഓഫ് ബിഹേവിയർ ഓഫ് സ്റ്റേറ്റ് ആക്ടേഴ്സ്, സ്റ്റഡി ഓഫ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്. അടുത്തതെന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് നേഷൻ സ്റ്റേറ്റ് സിസ്റ്റം. നേരത്തെ ബിഹേവിയർ ഓഫ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞതിൻ്റെ ഏകദേശം സെയിം കാര്യം തന്നെയാണ് സ്റ്റഡി ഓഫ് നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഒരു ഡെഫിനിഷൻ അവിടെ എഴുതാൻ നോക്കണം. എന്താണ്? ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് സ്റ്റഡീസ് റിലേഷൻസ് ആൻഡ് ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ 2 or more states. ഈച്ച് സ്റ്റേറ്റ് ഈസ് കണ്ടീഷൻഡ് ബൈ നേരത്തെ പറഞ്ഞതുപോലെ ജോഗ്രഫി, പോപ്പുലേഷൻ, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, ഡിപ്ലോമസി, നാഷണൽ ഇൻട്രസ്റ്റ്. ഇതൊക്കെയാണ് ഒരു നേഷനെ നേഷനാക്കുന്ന കുറേ ഇമ്പോർട്ടൻറ്റ് തിങ്സ് എന്ന് പറയുന്നത്. ജോഗ്രഫി, പോപ്പുലേഷൻ, ഇൻഡസ്ട്രിയൽ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, ഐഡിയോളജി, ഡിപ്ലോമസി, നാഷണൽ ഇൻട്രസ്റ്റ്. ഇതൊക്കെയാണ് ഒരു നേഷനെ നേഷനാക്കുന്ന ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ഈസ് നാഷണൽ ഇൻട്രസ്റ്റ്. നമുക്ക് ജസ്റ്റ് ലൈക്ക് ആൻ ഇൻഡിവിജ്വൽ ഹാവ് ഹിസ് ഓൺ പേഴ്സണൽ ഇൻട്രസ്റ്റ്, എ നേഷൻ ഹാസ് ഓൾസോ ഇറ്റ്സ് ഓൺ ഇൻട്രസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് എ നേഷൻ ഈസ് നോൺ ആസ് നാഷണൽ ഇൻട്രസ്റ്റ്. ഒരു രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റിനെ നമ്മൾ നാഷണൽ ഇൻട്രസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. വെനെവർ 2 nations try to maintain some relations, they try to സെക്യൂർ ദെയർ നാഷണൽ ഇൻട്രസ്റ്റ്. 2 രാജ്യങ്ങൾ തമ്മിൽ എപ്പോൾ ചർച്ച നടത്തിയാലും അവരുടെ ഉദ്ദേശം എന്താണ്? അവരുടെ രാജ്യത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതാണ് നാഷണൽ ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് ഓഫ് എ നേഷൻ ഈസ് നോൺ ആസ് നാഷണൽ ഇൻട്രസ്റ്റ്. ഞാൻ ഇതിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പോലെ തന്ന നോട്ട് അങ്ങനെ പഠിക്കണമെന്നില്ല. പക്ഷേ ഇതിൽ കോൺസെപ്റ്റൊക്കെ ക്ലിയർ ആക്കണം. സ്വന്തമായി കുറേ വായിക്കാനും എഴുതാനും അറിയുകയും ചെയ്യണം. നെക്സ്റ്റ് ഈസ് നാഷണൽ പവർ. നാഷണൽ പവറിൻ്റെ ഡെഫിനിഷൻ എന്തായിരിക്കും? കപ്പാസിറ്റി ഓർ എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്.
അത് തന്നെ നമുക്ക് നാഷണൽ പവറിലും പറയാം. കപ്പാസിറ്റി ഓർ എബിലിറ്റി ഓഫ് എ നേഷൻ ടു ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് അനദർ നേഷൻ, ദാറ്റ് ഈസ് നോൺ ആസ് നാഷണൽ പവർ. നാഷണൽ പവർ എന്ന് പറയുമ്പോൾ കപ്പാസിറ്റി ഓർ എബിലിറ്റി ഓഫ് എ നേഷൻ ടു കൺട്രോൾ ദ ബിഹേവിയർ ഓഫ് അനദർ നേഷൻ. ഒരു നേഷന് മറ്റൊരു നേഷനെ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ, അവരുടെ ആ മറ്റു നേഷൻ്റെ തീരുമാനങ്ങളെല്ലാം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ അല്ലെങ്കിൽ വലിയ നേഷൻ പറയുന്നത് പോലെ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പവർ ഉണ്ട് എന്ന് പറയാം. അതാണ് നാഷണൽ പവർ എന്ന് നമ്മൾ വിളിക്കുന്നത്. പവറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സൂപ്പർ പവർ, ബിഗ് പവർ, സ്മോൾ പവർ, വീക്ക് നേഷൻസ് എന്നൊക്കെ നമ്മൾ നേഷൻസിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പവറിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് സൂപ്പർ പവേഴ്സ്, മേജർ പവേഴ്സ്, ബിഗ് പവേഴ്സ്, സ്മോൾ പവേഴ്സ്, വീക്ക് പവേഴ്സ് എന്നൊക്കെ നമ്മൾ അവയെ ഡിവൈഡ് ചെയ്ത് പറയുന്നുണ്ട്. വീക്ക് പവറുണ്ട്, സൂപ്പർ പവറുണ്ട്, മേജർ പവറുണ്ട്, ബിഗ് പവേഴ്സ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ നേഷൻസിനെ ഡിവൈഡ് ചെയ്യുന്നു. മറ്റൊരു സ്കോപ്പ് എന്ന് പറയുന്നത് ഫോറിൻ പോളിസി. The behavior of each state in international relations is always directed and controlled by its foreign policy. ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ എപ്പോഴും എന്താണ്, ഏതൊരു സ്റ്റേറ്റിൻ്റെയും ബിഹേവിയർ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഫോറിൻ പോളിസി. വിദേശ നയം എന്ന് നമ്മൾ വിളിക്കുന്നു. വിദേശ നയം എന്ന് പറഞ്ഞാൽ ഒരു നേഷൻ മറ്റൊരു നേഷനുമായിട്ട് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയുമാണ് നമ്മൾ ഫോറിൻ പോളിസി ഓഫ് എ നേഷൻ. ഫോറിൻ പോളിസി എപ്പോഴും നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റിന് അനുസരിച്ചായിരിക്കും, നാഷണൽ പവറിനനുസരിച്ചായിരിക്കും. ദ ബേസിസ് ഓഫ് ഫോറിൻ പോളിസി ഈസ് ദ നാഷണൽ പവർ ഓഫ് എ നേഷൻ. So, a study of foreign policies of various nations alone can explain the nature of relations and interactions among them. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളുടെയും ഫോറിൻ പോളിസി ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ ഒരു മേജർ സ്കോപ്പായിട്ട് വരുന്നു. കാരണം ഇൻഡിപെൻഡൻസ് ടൈമിൽ വി ഹാവ് നോൺ അലൈൻമെൻറ്റ് പോളിസി, എല്ലാ രാജ്യങ്ങളോടും സമദൂരത്തിൽ നിൽക്കുന്ന പോളിസി. നോൺ അലൈൻമെൻറ്റ്, ചേരാ നയമായിരുന്നു നമ്മൾ ഫോളോ ചെയ്തിരുന്നത്. പിന്നീട് നമ്മൾ 1990ക്ക് ശേഷം അങ്ങനെ ഒരു പോളിസിയിൽ നിന്നും കുറേയേറെ മാറിയിട്ടുണ്ട്. നേരെ മറിച്ച് ബിഗ് നേഷൻസ് എടുക്കുന്ന പോളിസി ഇങ്ങനെയല്ല, ഓരോ രാജ്യത്തിനും അവരുടെ തനതായ ഒരു ഫോറിൻ പോളിസി ഉണ്ടായിരിക്കും. സോ എ സ്റ്റഡി ഓഫ് ഫോറിൻ പോളിസീസ് ഓഫ് വേരിയസ് നേഷൻസ് അലോൺ ക്യാൻ എക്സ്പ്ലെയിൻ ദ നേച്ചർ ഓഫ് റിലേഷൻസ് ആൻഡ് ഇൻട്രാക്ഷൻസ് എമംഗ് ദം. No one can hope to understand the nature of present-day international relations without a study of foreign policies of many nations. International relations or international politics പഠിക്കണമെങ്കിൽ we have to study the ഫോറിൻ പോളിസീസ് ഓഫ് വേരിയസ് നേഷൻസ്. ഓരോ നേഷൻ്റെയും ഫോറിൻ പോളിസി നമ്മൾ പഠിച്ചാൽ മാത്രമേ ഇൻ്റർനാഷണൽ റിലേഷൻസും പൊളിറ്റിക്സും നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. ഫോറിൻ പോളിസി, ഈ ഓരോ നേഷൻ്റെയും ഫോറിൻ പോളിസിയിൽ ആ നേഷൻ്റെ നാഷണൽ ഇൻട്രസ്റ്റും നാഷണൽ പവറും കാണാൻ സാധിക്കും. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സ്കോപ്പ് എന്ന് പറയുന്നത് എക്കണോമിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഇൻ്റർനാഷണൽ റിലേഷൻസ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ ഏറ്റവും പെട്ടെന്ന് നേഷൻസിനെ എല്ലാം റെഗുലേറ്റ് ചെയ്യുന്ന തിങ്ങെന്ന് പറയുന്നത് എക്കണോമിക് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. എക്കണോമിക് ഇൻസ്ട്രുമെൻറ്റ്സ് 3 എണ്ണമാണ്. ഫോറിൻ എയ്ഡ്, ലോൺ ആൻഡ് ട്രേഡ്. വിദേശത്തു നിന്നും സഹായം കിട്ടുന്നു, കടമെടുക്കാൻ പറ്റുന്നു, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവട സംബന്ധമായ റിലേഷൻസിനെയെല്ലാം നമ്മൾ ട്രേഡ് എന്ന് വിളിക്കുന്നു. ഈ 3 ഫാക്ടേഴ്സാണ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിനെ അഫക്റ്റ് ചെയ്യുന്നത്. So, the study of economic relations forms an integral part of the scope of international politics. അതുകൊണ്ട് തന്നെ ഈ 3 കാര്യങ്ങളും വരുന്നത് എക്കണോമിക്സിലായതുകൊണ്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റും എക്കണോമിക് റിലേഷൻസും ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ മറ്റൊരു സ്കോപ്പ് ആണ്. The increased importance and role of economic and trade relations in international politics can be hardly overestimated.
ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാൻ എന്നല്ല. ഇക്കണോമിക് റിലേഷൻസും ട്രേഡ് റിലേഷൻസും ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ ഇപ്പോൾ അത്യാവശ്യമാണ്. അത് പഠിക്കാതെ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റില്ല? ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് പഠിക്കാൻ പറ്റില്ല. എക്കണോമിക് റിലേഷൻസ് ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്. അതിൽ എക്കണോമിക് റിലേഷൻസിൽ നമ്മൾ 3 കാര്യങ്ങളാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്. ഫോറിൻ എയ്ഡ്, ലോൺ ആൻഡ് ട്രേഡ്. Foreign aid, loan and trade. Foreign aid, loan, trade. These are the 3 important factors that we study in international politics. And this forms an integral part of the scope of international politics. ഇനി അടുത്ത പറയുകയാണെങ്കിൽ ഓർഗനൈസേഷൻസ്. ഓർഗനൈസേഷൻസ് ആണ് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് സ്കോപ്പ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ. Organizations can be international organizations and regional organizations. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് നേഷൻസ് ആണ്. ഇറ്റ് ഈസ് എ മോസ്റ്റ് കോംപ്രഹെൻസീവ് ഓഫ് ഓൾ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്. റീജിയണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ ഉണ്ട്. യൂറോപ്യൻ യൂണിയൻ വരാം. പിന്നെ ASEAN, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. നമുക്കിതിൽ സാർക്കും ASEAനും യൂറോപ്യൻ യൂണിയൻ പ്ലസ് യുണൈറ്റഡ് നേഷൻസ് ഇതെല്ലാം നമ്മൾ വീണ്ടും മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് പഠിക്കുമ്പോൾ കൂടുതൽ സെൻറ്റൻസ് സ്കോപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറ്റണം. അതായത് ഈ തരുന്നത് മാത്രം വെച്ചിരിക്കുന്നത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനും റീജിയണൽ ഓർഗനൈസേഷനും പഠിച്ചാൽ സ്കോപ്പിൽ ഓർഗനൈസേഷനെ പറ്റി എഴുതുമ്പോൾ ധാരാളം പോയിൻറ്റ്സുകൾ എഴുതാൻ പറ്റണം. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ വി സ്റ്റഡി അബൌട്ട് UNO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇനി റീജിയണൽ ഓർഗനൈസേഷൻസ് ധാരാളമുണ്ട്. സാർക്കുണ്ട്, ASEAN പറയാം, യൂറോപ്യൻ യൂണിയൻ, ഇതൊക്കെ റീജിയണൽ ഓർഗനൈസേഷൻസ് ആണ്. These international institutions provide forums for cooperation and conflict resolutions and are governed by their own rule. ഈ ഇൻ്റർനാഷണൽ റീജിയണലുമായിട്ടുള്ള ഓർഗനൈസേഷൻ്റെ പ്രത്യേകത, they act as a forum for cooperation and conflict resolution. 2 നേഷൻസുകൾ തമ്മിൽ കൂടുതൽ കോപ്പറേറ്റ് ചെയ്യാനും ഒപ്പം ഇവർ തമ്മിലുള്ള വഴക്കുകളും കാര്യങ്ങളുമൊക്കെ തീർക്കാനും ഒരു വേദിയാക്കി ഈ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനും യൂസ് ചെയ്യാൻ പറ്റും, റീജിയണൽ ഓർഗനൈസേഷൻസും യൂസ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന്, ഈ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെയോ റീജിയണൽ ഓർഗനൈസേഷൻ്റെയോ മെച്ചം എന്ന് പറയുന്നത് they came into existence to increase economic, military, technological or cultural cooperation among member state. ഈ ഓർഗനൈസേഷൻസ് എല്ലാം തന്നെ എക്കണോമിക് ഏരിയ, മിലിറ്ററി ഏരിയ, ടെക്നോളജിക്കൽ ഏരിയ, കൾച്ചറൽ ഏരിയ ഇവയിലെല്ലാം തന്നെ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഈ റീജിയണൽ ഓർഗനൈസേഷൻസുകൾ കൂടുതലായിട്ടും എമർജ് ചെയ്യാറുള്ളത്. സാമ്പത്തിക ട്രേഡ് ഏരിയയിൽ കൂടുതൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരും. ചിലർക്ക് നല്ല ടെക്നോളജി ഉണ്ടാകും ചില നേഷൻ, അത് മറ്റ് ടെക്നോളജി ഇല്ലാത്ത നേഷൻസിന് കൈമാറാൻ പറ്റണം. കൾച്ചർ, 2 രാജ്യങ്ങളുടെ വ്യത്യസ്തമായ സംസ്കാരം ഇവ തമ്മിൽ മ്യൂച്വൽ ഇൻ്ററാക്ഷനും ഒക്കെ സഹായിക്കാനാണ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസും റീജിയണൽ ഓർഗനൈസേഷൻസും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ study of these organizations also form an integral part of the scope of international politics. ഈ ഓർഗനൈസേഷൻസുകളുടെ എല്ലാം സ്റ്റഡിയും ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ്. ഇനി 2 എണ്ണം കൂടെ നമുക്ക് വരുന്നുള്ളൂ. നെക്സ്റ്റ് ഈസ് റെഗുലേറ്റേഴ്സ് ഓഫ് ഇൻ്റർനാഷണൽ റിലേഷൻസ്. റെഗുലേറ്റേഴ്സ് എന്നുള്ള ടേം കേട്ട് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ കുറേ തിയറി, കുറച്ച് കോൺസെപ്റ്റുകൾ, ഏതൊരു സബ്ജക്റ്റിലും ആദ്യം കുറച്ച് തിയറി, കുറച്ച് കോൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിലും പഠിക്കുന്ന കുറച്ച് കോൺസെപ്റ്റുകളുടെ പേരാണ് ബാലൻസ് ഓഫ് പവർ. 2 രാജ്യങ്ങൾ തമ്മിൽ എങ്ങനെ പവർ ഒരു ഇക്വിലിബ്രിയം ലെവലിൽ നിലനിർത്താൻ പറ്റുന്നു. റീജിയണാലിസം, 5-6 നേഷൻസ് ചേർന്ന് ഒരുമിച്ച് അവരുടെ റീജിയൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി നിൽക്കുമ്പോൾ റീജിയണാലിസം വരുന്നുണ്ട്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ പഠിക്കുന്ന ഒരു തിങ്ങാണ് ഡിസ്ആർമമെൻറ്റ്. എന്നുവെച്ചാൽ എന്താണ്? റിഡക്ഷൻ ഓഫ് യൂസ് ഓഫ് ആംസ് എമംഗ് നേഷൻസ്. രാജ്യങ്ങൾ ആയുധങ്ങൾ, ന്യൂക്ലിയർ വെപ്പൺസ്, ഇത്തരം ആംസൊക്കെ യൂസ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ
ഡിസാർമമെൻ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇൻ്റർനാഷണൽ പോളിറ്റിക്സിൽ പഠിക്കുന്നുണ്ട്. ഡിസാർമെൻറ്റിനോടൊപ്പം പറയുന്നതാണ് ആംസ് കൺട്രോൾ, റിഡക്ഷൻ ഓഫ് യൂസിങ് ഓഫ് വെപ്പൺസ് ബൈ നേഷൻസ്. ഡിസാർമമെൻറ്റും ആംസ് കൺട്രോളും ഒക്കെ എടുത്ത് 1 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. കളക്റ്റീവ് സെക്യൂരിറ്റി, കോമൺ സെക്യൂരിറ്റി അമംഗ് നേഷൻസ്, ഇൻ്റർനാഷണൽ ഇൻ്റർനാഷണൽ ലോ, വീണ്ടും ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ഓർത്താൽ തന്നെ അത് എഴുതാം. ഇൻ്റർനാഷണൽ ലോ എന്ന് പറയുമ്പോൾ ലോ ദാറ്റ് ഗൈഡ്സ് ഓർ ദാറ്റ് ഗവേൺസ് റിലേഷൻ ബിറ്റ്വീൻ 2 or more or relations among 2 or more nations. ഇൻ്റർനാഷണൽ ലോ. വേൾഡ് പബ്ലിക് ഒപ്പീനിയൻ, ലോകത്തെ മുഴുവൻ ജനതകളുടെയും ഒപ്പീനിയൻ, വേൾഡ് പബ്ലിക് ഒപ്പീനിയനെ പറ്റിയും എവിടെ പഠിക്കുന്നുണ്ട്? ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ പഠിക്കുന്നുണ്ട്. ഡിപ്ലോമസി നമ്മൾ പറഞ്ഞു, ഫോറിൻ പോളിസിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന തിങ്ങാണ് ഡിപ്ലോമസി. മറ്റൊന്ന് ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഗ്ലോബലൈസേഷൻ്റെ പാർട്ടായിട്ടാണ്. ഗ്ലോബലൈസേഷൻ എന്താണ്? എല്ലാ നേഷൻസിനെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ്. ഇൻ്റഗ്രേഷൻ, ഗ്ലോബലൈസേഷൻ ഇതെല്ലാം തന്നെ എവിടെ പഠിക്കുന്നുണ്ട്? നമ്മൾ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ പഠിക്കുന്നുണ്ട്. സോ ഇൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് വി സ്റ്റഡീസ് എബൌട്ട് ഏതൊക്കെയാണ്? കോൺസെപ്റ്റ്സ് ഓഫ് ബാലൻസ് ഓഫ് പവർ, റീജിയണാലിസം, ഡിസാർമമെൻറ്റ്, കളക്റ്റീവ് സെക്യൂരിറ്റി, ഇൻ്റർനാഷണൽ ലോ, പിന്നെന്താണ്? വേൾഡ് പബ്ലിക് ഒപ്പീനിയൻ, ഡിപ്ലോമസി, ഇൻ്റഗ്രേഷൻ, ഗ്ലോബലൈസേഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ സ്കോപ്പായിട്ട് അല്ലെങ്കിൽ കോൺസെപ്റ്റൽ സ്റ്റഡി ആയിട്ട് അല്ലെങ്കിൽ തിയററ്റിക്കൽ പാർട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇനി ലാസ്റ്റ് വൺ, സ്റ്റഡി അബൌട്ട് കറണ്ട് ഗ്ലോബൽ പ്രോബ്ലംസ് ആൻഡ് ഇഷ്യൂസ്. ഇപ്പം ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ പ്രോബ്ലംസും തന്നെ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ സ്കോപ്പായിട്ട് വരുന്നതാണ്. ഇൻ്റർനാഷണൽ ടെററിസം, പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ക്ലൈമാറ്റിക് ചേഞ്ച് വരും. ക്ലൈമാറ്റിക് ചേഞ്ച് വന്നാൽ നമുക്ക് ഉടനെ എഴുതാവുന്നതാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യമുണ്ട്, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂസ്. ഇതെല്ലാം തന്നെ എന്തിൻ്റെ സ്കോപ്പായിട്ട് വരാം? ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ സ്കോപ്പായിട്ട് വരുന്ന തിങ്ങാണ്. എന്തൊക്കെ വരും? ഇൻ്റർനാഷണൽ ടെററിസം, ഹ്യൂമൻ റൈറ്റ്സ്, ക്ലൈമറ്റ് ചേഞ്ച്, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇത്രയുമാണ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ സ്കോപ്പായി നമ്മൾ പഠിച്ചത്. ലാസ്റ്റിൽ നിന്ന് പറയുകയാണെങ്കിൽ സ്റ്റഡി അബൌട്ട് കറണ്ട് ഗ്ലോബൽ പ്രോബ്ലംസ്, റെഗുലേറ്റേഴ്സ് ഓഫ് ഇൻ്റർനാഷണൽ റിലേഷൻസ്, ഓർഗനൈസേഷൻസ് പറയുന്നു, എക്കണോമിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഇൻ്റർനാഷണൽ റിലേഷൻസ് ഉണ്ട്, ഫോറിൻ പോളിസി, നാഷണൽ പവർ, നാഷണൽ ഇൻട്രസ്റ്റ്, നേഷൻ സ്റ്റേറ്റ്, സ്റ്റഡി ഓഫ് ബിഹേവിയർ ഓഫ് ആക്ടേഴ്സിലാണ് നമ്മൾ സ്റ്റേറ്റ് ആക്ടേഴ്സും പറഞ്ഞു, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സും പറഞ്ഞു. ഇത്രയുമാണ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ സ്കോപ്പായിട്ട് വരുന്നത്.